സദ്ഗുരുവേ ശരണം. ഇന്ന് 1201 ചിങ്ങമാസം 13 തീയതി ചോദ്യനാളാണ്. നമ്മുടെ സർവസ്വവുമായ കരുണാകര ഗുരുവിൻ്റെ 99ാമത് ജയന്തി. വിശ്വാസികളെല്ലാം ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുകയും സ്നേഹം പങ്കുവയ്ക്കുകയും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുകയും ഒക്കെ ചെയ്യുന്ന സുദിനം. ഇന്ന് നമ്മളോടൊപ്പം ഗുരുവുമായിട്ടുള്ള നല്ല നിമിഷങ്ങൾ പങ്കുവയ്ക്കാൻ എത്തിയിരിക്കുന്നത് ഡോക്ടർ ജോർജ് ഓണക്കൂർ സാറാണ്. സാറ് ഗുരുവിനോടൊപ്പം ചെലവിട്ട നല്ല നിമിഷങ്ങളും ഗുരുവിൽ നിന്നും അദ്ദേഹം മനസ്സിലാക്കിയ കാര്യങ്ങളും നമ്മളോട് പങ്കുവയ്ക്കും. ഡോക്ടർ ജോർജ് ഓണക്കൂറിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾക്ക് ഒരു അവതാരികയുടെയും ആവശ്യമില്ല. മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു എഴുത്തുകാരനും വിദ്യാർത്ഥികൾക്ക് സ്നേഹം നിറഞ്ഞ ഒരു അധ്യാപകനുമാണ് ഡോക്ടർ ജോർജ് ഓണക്കൂർ സാർ. നോവലിസ്റ്റ്, കലാകാരൻ എന്ന നിലയിലേക്ക് പ്രശസ്തനായ ജോർജ് ഓണക്കൂർ സാർ ജനിച്ചത് മൂവാറ്റുപുഴയ്ക്കടുത്തുള്ള ഒരു ഗ്രാമത്തിലാണ്. സാറിൻ്റെ നോവലുകൾക്കും കർമ്മമേഖലയിലേക്കും ധാരാളം അവാർഡുകൾ കടന്നു വന്നിട്ടുണ്ട്. മദർ തെരേസ അവാർഡും ശ്രീ കേശവദേവ് അവാർഡും തുടങ്ങി ധാരാളം അവാർഡുകൾ അദ്ദേഹത്തെ തേടി എത്തിയിട്ടുണ്ട്. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറായി പ്രവർത്തിച്ച കാലത്ത് ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരിലുള്ള പുരസ്കാരവും അദ്ദേഹത്തെ തേടി എത്തിയിട്ടുണ്ട്. സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിൽ ഔദ്യോഗികമായും അല്ലാതെയും നിരവധി സ്ഥാനങ്ങൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. ഉൾക്കടൽ പോലെയുള്ള നിരവധി ജനപ്രിയ സിനിമകളുടെ രചയിതാവും ഇദ്ദേഹമാണ്. 2 പ്രാവശ്യം കേരള സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരവും ഇദ്ദേഹത്തെ തേടി എത്തിയിട്ടുണ്ട്. അനന്തപുരിയിലെ സ്ഥിരതാമസക്കാരനായ ഇദ്ദേഹം ഇന്നും ഗ്രാമീണതയെ സ്നേഹിക്കുന്ന ഒരു പച്ച മനുഷ്യനായി ജീവിക്കുന്നു. ശ്രീ OV വിജയനെ കാണാനായിട്ടാണ് ഇദ്ദേഹം ശാന്തിഗിരി ആശ്രമത്തിലെത്തുന്നത്. അന്ന് തന്നെ സ്വതാല്പര്യത്തോടെ ഗുരുവിനെ പോയി കാണുകയും അതിനുശേഷം ഗുരുവിന് വളരെ സ്നേഹമുള്ള ഒരു വ്യക്തിയായിരുന്നു ശ്രീ ഓണക്കൂർ സാർ. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ നമുക്കായി പങ്കുവയ്ക്കുന്നു. 1990 ശ്രീ OV വിജയനെ കാണാനായിട്ടാണ് ആശ്രമത്തിൻ്റെ കവാടം കിടന്ന് ശ്രീ ജോർജ് ഓണക്കൂർ സാർ എത്തുന്നത്. അന്ന് തന്നെ സ്വതാല്പര്യത്തോടെ ഗുരുവിനെ പോയി കണ്ട ഇദ്ദേഹം അന്നു മുതൽ എക്കാലത്തും ഗുരുവിൻ്റെ ഒരു പ്രിയ ശിഷ്യൻ തന്നെയായിരുന്നു. അതിനുശേഷം പല പ്രാവശ്യം ഗുരുവിനെ ആശ്രമത്തിൽ വന്ന് കാണുകയും ഗുരുവിനോടൊപ്പം നിരവധി മണിക്കൂറുകൾ ചിലവഴിച്ച ഇദ്ദേഹം എക്കാലവും ആശ്രമവുമായും ഗുരുവുമായും ഒരു അഗാധമായ ബന്ധം സൂക്ഷിച്ചിരുന്നു. അദ്ദേഹത്തിന് ഗുരുവിനെക്കുറിച്ചും ഈ പ്രസ്ഥാനത്തെക്കുറിച്ചും പറയാനുള്ള കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. കരുണാകര ഗുരുവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഒരു വാക്യം അല്ലെങ്കിൽ 2-3 ആശയപ്രധാനമായ വാക്യങ്ങളുണ്ട്. നമ്മൾ പറയും, വാക്ക് സത്യമാണ്, സത്യം ഗുരുവാണ്, ഗുരു ദൈവമാണ്. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം. വാക്ക് സത്യമാണ്, സത്യം ഗുരുവാണ്, ഗുരു ദൈവമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട വാക്യങ്ങളായിട്ടാണ്, ആശയപ്രധാനമായ സൂചകങ്ങളായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. സത്യം, ഗുരു, ദൈവം, വാക്ക്. നമ്മുടെ ഒരു ജീവിതത്തെ പരിശോധിക്കുമ്പോൾ ഞാൻ ശാന്തിഗിരിയിൽ എത്രയോ പ്രാവശ്യം പോയിട്ടുണ്ട് എന്ന് ഞാൻ ഓർക്കുന്നു. ഗുരുവിനെ നേരിട്ട് കാണാൻ, സംഭാഷണം നടത്താൻ ഭാഗ്യമുണ്ടായ ഒരാളാണ് ഞാൻ. പല പ്രാവശ്യം. ആദ്യം ഗുരുവിനെ കാണാൻ ഇടവന്നത് ശരിക്കു പറഞ്ഞാൽ അന്ന് അവിടെ എൻ്റെ ആത്മസ്നേഹിതൻ എന്ന് ഞാൻ അടയാളപ്പെടുത്തുന്ന ശ്രീ OV വിജയൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. വിജയൻ്റെ സഹോദരി ഉഷയാണ് എന്നെ വിജയൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഞാൻ വിജയനുമായിട്ട് രാവിലെ മുതൽ സംസാരിച്ചിരുന്നു. ഉച്ചയായപ്പോൾ എനിക്ക് അദമ്യമായ മോഹം, ഗുരുവിനെ കാണണം. വിജയൻ അവിടെ ഉണ്ട് എന്നുള്ളതൊരു നിമിത്തമായി എങ്കിലും ആത്യന്തികമായി ഗുരുവിനെ കാണുക, ഗുരുവിൻ്റെ അനുഗ്രഹം നേടുക എന്നുള്ളത് എൻ്റെ ആത്മബോധത്തെ വല്ലാതെ ഉണർത്തിയ കാര്യമാണ് എന്ന് ഞാൻ പറയട്ടെ. അവിടെ ഗുരുവിനെ കാണണം. ഞാൻ നേരെ, ആരുടെയും സഹായം ഉണ്ടായില്ല, ഞാൻ വിജയൻ്റെ അടുത്തുനിന്ന് നേരെ ഏകനായി ഗുരുവിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അദ്ദേഹം അവിടുന്ന് ഒരു പീഠത്തിൽ ഇരിക്കുന്നു, ശുഭ്ര വസ്ത്രധാരിയായിട്ട് ഇരിക്കുന്നു. ഞാൻ അടുത്ത് നിന്ന് വളരെ വിനയത്തോടെ നമസ്കരിച്ചു.
എന്നെ നോക്കി. ഞാൻ പേര് പറഞ്ഞു ഗുരുവിനെ സന്ദർശിച്ച് സംഭാഷണം നടത്താൻ, അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് വളരെ വിനയത്തോടെ ഉണർത്തിച്ചു. ഗുരു എന്നെ സ്നേഹത്തോടെ, വാത്സല്യത്തോടെ നോക്കിയതിന് ശേഷം ഒരു ചോദ്യമാണ് ചോദിച്ചത്. ഭക്ഷണം കഴിച്ചോ? ഉച്ചനേരമായിരുന്നു അപ്പോൾ. ഭക്ഷണം കഴിച്ചോ? ആ മുഖത്ത് നോക്കി കള്ളം പറയാൻ സാധിക്കില്ല. ഞാൻ വെറുതെ ഇല്ല എന്നൊരു വാക്ക് എൻ്റെ നാവിൽ നിന്ന് വീഴില്ല. എൻ്റെ ഒരു പ്രതിജ്ഞയാണ്. ഞാൻ ആരുടെയും മുഖത്ത് നോക്കി നിഷേധാർത്ഥത്തിലുള്ള വാക്ക് പറയില്ല, പറഞ്ഞിട്ടില്ല. പണ്ടൊരിക്കൽ കുട്ടിയായിരുന്നപ്പോൾ പറഞ്ഞു. അതിൻ്റെ ശിക്ഷയും എൻ്റെ അച്ഛൻ എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ ഒരിക്കലും ഒരു നിഷേധാത്മകമായ വാക്ക് പറയില്ല. കോളേജ് അധ്യാപകനായിരുന്നു. സാന്ദർഭികമായിട്ട് ഞാൻ പറയട്ടെ, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ അവിടെയൊക്കെ എൻ്റെ പഴയ ശിഷ്യഗണത്തിൽപ്പെട്ട ആളുകൾ വന്നിട്ട് സ്നേഹത്തോടുകൂടി ചോദിക്കും, സർ എന്നെ ഓർക്കുന്നുണ്ടോ? അറിയോ? ഓർമ്മിക്കുന്നോ? ചോദിക്കുമ്പോൾ ഞാൻ ചിരിക്കുക മാത്രം ചെയ്യും. ഇല്ല, കാരണം പലരും നമുക്ക് ഓർമ്മിക്കാൻ സാധിക്കുകയില്ല. വർഷങ്ങൾക്ക് മുമ്പ് കോളേജിൽ നിന്ന് പിരിഞ്ഞവരാണ്, ഓർമ്മിക്കാൻ സാധിക്കുകയില്ല. പക്ഷേ നോ എന്ന് നിഷേധാത്മകമായ ഒരു വാക്ക് എൻ്റെ നാവിൽ നിന്ന് വീഴരുത് എന്ന് എൻ്റെ അച്ഛനും എൻ്റെ അമ്മമ്മയും എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ വിഷയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല ആ ഭാഗത്തേക്ക്. അപ്പം അങ്ങനെ ഒരു ഗുരുവിൻ്റെ മുഖത്ത് നോക്കി ഇല്ല എന്ന് പറയാൻ എനിക്ക് സാധ്യമല്ല. കാരണം അത് പൂർണ്ണതയുടെ ഒരു പ്രകാശ ദീപമായിട്ട് എൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. നിഷേധത്തിൻ്റെ ഒരു വാക്ക് പറയാൻ പാടില്ല, മുഖഭാവം അരുത്, നമസ്കാരപൂർണമായ മനസ്സോട് കൂടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ വെറുതെ ചിരിച്ചു, വെറുതെ ഒരു ചിരി. അപ്പോൾ ഗുരുവിന് കാര്യം മനസ്സിലായി. എന്നോട് പറഞ്ഞു, പോയി ഭക്ഷണം കഴിച്ചു വരൂ എന്ന് പറഞ്ഞു. അപ്പോഴും ഞാനിന്ന് വിസമ്മതിച്ചു. കാരണം ഗുരുവിൻ്റെ ദർശനം എനിക്ക് ലഭിച്ചു. ഇനി ഭക്ഷണം കഴിച്ച് വരുമ്പോഴത്തേക്ക് സംഭാഷണം നടത്താൻ സാവകാശം ലഭിക്കുമോ എന്ന് തീർച്ചയില്ലല്ലോ. അപ്പം ഞാനിങ്ങനെ നിന്നപ്പോൾ എൻ്റെ ആത്മബോധം ഗ്രഹിച്ച ഗുരു എന്നോട് പറഞ്ഞു, വിഷമിക്കേണ്ട, പോയി കഴിച്ചു വരൂ, സാവകാശം, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞു. ആ ധൈര്യത്തിൽ ഞാൻ പോയി ഭക്ഷണം കഴിച്ച് വന്നപ്പോഴും അതേ സ്ഥാനത്ത് അതേ ഭാവത്തിൽ ഗുരു ആസനസ്ഥൻ ആണ്. ഞാൻ ആ സമീപത്ത് ഇരുന്നു. എൻ്റെ ശിരസിൽ തലോടിക്കൊണ്ട് തോളിൽ സ്പർശിച്ചുകൊണ്ട് ഗുരു ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു. എളിയ വാക്കുകൾ, സന്ദേഹങ്ങൾ ഞാൻ ഉണർത്തിച്ചു. അതിന് വ്യക്തമായ മറുപടിയും എനിക്ക് ഗുരുവിൽ നിന്ന് ലഭിക്കുകയുണ്ടായി. ആദ്യം പറഞ്ഞല്ലോ, ഈ ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായ കാര്യം വാക്ക് സത്യമാണ്, സത്യം ഗുരുവാണ്, ഗുരു ദൈവമാണ്. ആ വാക്കിലാണ്, ആ ആധാരത്തിലാണ്, 3 വാക്യങ്ങളിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഗുരു ദൈവമാണ് എങ്കിൽ ആരാ ഗുരു? ഗുരു ആരാണ്? ഒറ്റ ഉത്തരമേ ഉള്ളൂ, ഇരുട്ടിനെ ഇല്ലായ്മ ചെയ്യുന്നവൻ. നമ്മൾ എല്ലാവരും പഠിക്കുന്ന ഒരു കാര്യമാണ്. ഗുരു എന്ന സംജ്ഞയ്ക്ക് അതിൻ്റെ അർത്ഥം അന്ധകാരത്തെ ഇല്ലായ്മ ചെയ്യുന്നയാൾ എന്നാണ്. അത് ഭൂമിയിലെ അന്ധകാരം ഇല്ലായ്മ ചെയ്യുന്നു, നമ്മുടെ മനസ്സിൽ നിറയുന്ന അന്ധകാരത്തെ ഇല്ലായ്മ ചെയ്യുന്നു. ആ മഹത് സ്വരൂപമാണ് ഗുരു എന്ന് നമ്മൾ ആദരിക്കുന്നത്, അറിയുന്നത്. അപ്പോൾ ഇരുട്ടില്ലായ്മ ചെയ്യുക. ഇപ്പോൾ ഭൂമിയിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം, അന്ധകാരത്തിൻ്റെ അടരുകളാണ് എവിടെയും നമ്മൾ കാണുന്നത്. ആകാശത്തിൽ, ഭൂമിയിൽ, പരിസരത്തിൽ എവിടെയും ഇരുട്ട് കാണുന്നു. ഇരുട്ട് ഏറി വരികയാണ്, അതും ഒരു വാസ്തവം. ഇരുട്ട് കുറയുകയല്ല, ഇരുട്ട് ഏറി വരികയാണ്. ഈ പ്രപഞ്ചത്തെ, ഭൂമിയെ, നമ്മയൊക്കെ അന്ധകാരം വിഴുങ്ങുമോ പല രൂപത്തിൽ എന്ന് ഭയപ്പെടുന്ന ഒരു വർത്തമാനകാലത്താണല്ലോ നാം ജീവിക്കുന്നത്. അപ്പോൾ ഗുരു ഇരുട്ടിനെ ഇല്ലായ്മ ചെയ്യുന്നു. കരുണാകര ഗുരുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ ആ ഗുരുവാണി ആയാലും ഗുരുദർശനം ആയാലും, അല്ലെങ്കിൽ നമ്മൾ ഏത് തലത്തിൽ ആ മഹാത്മാവിനെ പഠിക്കാൻ ശ്രമിച്ചാലും അവിടെയെല്ലാം സത്യസ്വരൂപനായിരിക്കുന്ന ഗുരു അന്ധകാരത്തെ ഇല്ലായ്മ ചെയ്യുന്ന ആ ഒരു ഈശ്വര പ്രഭാവം നിറഞ്ഞു നിൽക്കുന്ന തേജസ്വരൂപനായ ഗുരുവിനെ കാണാം. ഗുരുവിൻ്റെ പേര്, സംജ്ഞ നാം അറിയുന്നത് കരുണാകര ഗുരു എന്ന് ആണ്. കരുണാകര ഗുരു എന്താ? കരുണാകരൻ, കരുണാകര ഗുരു. ഗുരു ഇരുട്ടിനെ ഇല്ലായ്മ ചെയ്യുന്നു എന്ന് ഞാൻ പറഞ്ഞു.
കരുണാകരനാണ്, കരുണാമയനാണ്, കരുണ ചെയ്യുന്നവനാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കാണ് കരുണ എന്ന് പറയുന്നത്. ദയ, മറ്റുള്ളവരോടുള്ള സ്നേഹം, പാവപ്പെട്ടവരോടുള്ള ആഭിമുഖ്യം, അവർക്ക് വേണ്ടി ജീവിക്കുക, അവർക്ക് സഹായം എത്തിക്കുക എന്നുള്ളത് വ്രതമായി സ്വീകരിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ നമ്മൾ ആ പേരിൽ അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ കരുണാകര ഗുരു, അദ്ദേഹം കരുണാമയനാണ്, ഇരുട്ടിനെ അകറ്റുന്നവനാണ്. അല്ലെങ്കിൽ തിരിച്ചു പറഞ്ഞാൽ ഇരുട്ടിനെ അകറ്റുന്ന ഈ ഗുരു കരുണാമയനാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതെനിക്ക് അനുഭവത്തിൽ നിന്ന് ധാരാളം ബോധ്യപ്പെട്ടിട്ടുണ്ട്. ശാന്തിഗിരി ആശ്രമത്തിൽ വരുമ്പോൾ അവിടെ കരുണയുടെ തുടിപ്പുകൾ എനിക്ക് എത്രയോ കാലമായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവിടെ ഒത്തുകൂടുന്ന ആളുകൾ 100-500 ആളുകൾ ഭക്ഷണം കഴിച്ച് പോകുന്ന സദ്യാലയം ഉണ്ടല്ലോ, സദ്യാലയം. വിശന്ന് വരുന്നവന് അവിടെ ആഹാരമുണ്ട്. ഗുരു എന്നോട് ചോദിച്ചതുപോലെ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ച ആ ചോദ്യം, അതിൻ്റെ അലകൾ ഇന്നും ശാന്തിഗിരിയിലുണ്ട് എന്ന് അനുഭവത്തിൽ എനിക്കറിയാം, നന്നായിട്ടറിയാം. അപ്പോൾ ഭക്ഷണം, അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്നത് ദാരിദ്ര്യമാണ്. ഒരു പാഠപുസ്തകത്തിൽ നമ്മളിപ്പോൾ അത് പഠിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ നമ്മൾ ബോധ്യപ്പെടുത്തുന്നില്ല. നമ്മൾ സമൃദ്ധിയുടെ നടുവിൽ ജീവിക്കുകയാണ്. ഫാസ്റ്റ് ഫുഡിൻ്റെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ഉദരത്തിനോ നമ്മുടെ ആരോഗ്യത്തിനോ തീരെ യോജിക്കാത്ത ഭക്ഷണക്രമമാണല്ലോ നമ്മളിപ്പോൾ ശീലിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ പോലും പല സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട്, വൈകുന്നേരങ്ങളിൽ സന്ധ്യകളിൽ സിറ്റിയിലൂടെ നടക്കുമ്പോൾ തിരുവനന്തപുരത്തെ വീടുകളിലൊന്നും ഇപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുന്നില്ലേ, അത്താഴം ഉണ്ടാക്കുന്നില്ലേ എന്ന് ഒരു സന്ദേഹം എൻ്റെ മനസ്സിൽ ഉദിച്ചു വരാറുണ്ട് എന്നുള്ളത് സാന്ദർഭികമായി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. കാരണം അത്ര വലിയ കൂട്ടമാണ് നമ്മുടെ ചെറിയ ഭക്ഷണശാലകൾക്ക് മുമ്പിൽ കാണപ്പെടുന്നത് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഞാൻ പറഞ്ഞത്, വിശക്കുന്നവന് ആഹാരം കൊടുക്കുക. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ വീട്ടിൽ, എൻ്റെ ഗ്രാമീണ ഭവനമാണ്, കർഷക കുടുംബമാണ്, പണത്തിനൊന്നും വലിയ സാധ്യതയില്ലാത്ത, അത്ര സമ്പന്നമല്ല, പണ കൊഴുപ്പ് ഇല്ലാത്ത ഒരു ഗ്രാമ ഹൃദയത്തിൽ ഒരു വീട്ടിലാണ് ഞാൻ ജനിച്ചത്. പക്ഷെ അവിടെ നെല്ലുണ്ട്, അറ നിറയെ നെല്ലുള്ള ഒരു കർഷക ഭവനം. ഏറ്റവും പ്രധാനപ്പെട്ട സമ്പത്ത് എന്ന് പറയുന്നത് നെല്ലാണ്, അല്ലെങ്കിൽ നെല്ല് കുത്തിയെടുക്കുന്ന അരിയാണ്. അപ്പോൾ അത് സമർത്ഥമാണ്. അത്താഴത്തിന് കലത്തിൽ അമ്മ അരിയിടുമ്പോൾ ഇങ്ങനെ വാരി ഇടുന്നത് കാണുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളപ്പോൾ 3-4 പേരുണ്ട് വീട്ടിൽ. അവർക്ക് എന്തിനാണ് ഇത്രയധികം ഭക്ഷണം ഉണ്ടാക്കുന്നത് എന്ന് അമ്മയോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. കാരണം അപ്പം അമ്മ പറയും, കലം നിറഞ്ഞ് തുളുമ്പണം, അരി വെന്ത് ചോറായി ഈ കലം നിറഞ്ഞ് തുളുമ്പണം എന്ന് പറയും. ഒരു നിറവിൻ്റെ അനുഭവം ഉണ്ടാവണം, നിറവിൻ്റെ അനുഭവം എന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്കിതൊന്നും ഇപ്പോൾ ആരും പറഞ്ഞു തരുന്നില്ല, അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ പഠിക്കുന്നില്ല. പക്ഷേ ഗുരു അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ പിതാവ് ദൈവസദൃശമായ മനസ്സോട് കൂടിയിട്ട്, മാതാപിതാ ഗുരു ദൈവം എന്ന് നമ്മൾ പറയുന്നു, ആ ഒരു സദൃശ ഭാവത്തോട് കൂടിയിട്ട് ഇതൊക്കെ നമ്മെ പഠിപ്പിച്ച ഒരു കാലമുണ്ട്, മനസ്സിലാക്കി തന്ന ഒരു അനുഭവങ്ങൾ ധാരാളമായിട്ടുണ്ട് എന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ നിറഞ്ഞു തുളുമ്പണം എന്ന് പറയും. അപ്പം ഞാൻ ചോദിക്കും, ഇത്ര അധികം എന്തിനാ ഭക്ഷണം ഉണ്ടാക്കുന്നത് അത്താഴത്തിന്? നമ്മൾ കുറച്ച് ആളുകളല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ അമ്മ പറഞ്ഞു തന്നിട്ടുള്ള വാക്ക് ശരി. പെട്ടെന്ന് ഒരാൾ, നാട്ടിൻപുറമാണ്, അന്ന് ഫാസ്റ്റ് ഫുഡ് കേന്ദ്രങ്ങളില്ല, ഭക്ഷണം സ്വന്തമാക്കാൻ വേറെ മാർഗ്ഗമില്ല, വീട്ടിൽ വരുന്ന അതിഥിക്ക് ഭക്ഷണം കൊടുക്കണം, അപ്പോൾ വീട്ടിൽ ആഹാരം ഉണ്ടായിരിക്കണം എന്ന് പറയും. അപ്പോൾ വിശന്ന് വരുന്ന ഒരാൾക്ക് ഭക്ഷണം കൊടുക്കണം എന്നുള്ള നിർബന്ധം, അതിന് യാതൊരു വ്യത്യാസവുമില്ല. വിശന്ന് വരുന്ന ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് ഉറപ്പുള്ള കാര്യം. അപ്പോൾ ഗുരു ശാന്തിഗിരി ഈ ഒരു സമ്പന്നതയിൽ സന്തോഷം കണ്ടെത്തി അവിടെ എത്തിച്ചേരുന്ന എന്നെപ്പോലുള്ള തീർത്ഥാടകരെ ഒക്കെ, അർത്ഥികളെ ഒക്കെ ആനന്ദിപ്പിച്ച അവസരം ഞാൻ ഓർക്കുകയാണ്. ഭക്ഷണം, വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കണം. അതുപോലെ രോഗാവസ്ഥയിലുള്ള ആളുകൾ, മനോഹരമായിട്ടുള്ള രോഗ ശുശ്രൂഷ അല്ലെങ്കിൽ പരിചരണ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നു. അതുപോലെ വിഷമയമില്ലാത്ത നല്ല ഭക്ഷണ സാധനങ്ങൾ, പച്ചക്കറികൾ, ഇതൊക്കെ ഒരു ആശ്രമത്തിൻ്റെ ഒരു വിധിയാണോ എന്ന് ചോദിച്ചാൽ പണ്ടത്തെ ഒരു സ്ഥിതി അനുസരിച്ച് ആണ് എങ്കിൽ ആശ്രമത്തിൽ നിന്ന് ആധ്യാത്മിക ജ്ഞാനം കൊടുത്താൽ മതി അല്ലേ. ഋഷി സന്നിധിയിൽ, പല ഋഷിമാരുടെയും സന്നിധിയിൽ എത്തുമ്പോൾ അവിടെ നിന്ന് നമുക്ക് കിട്ടുന്നത് കുറേ
ഉപദേശങ്ങളാണ്. ആധ്യാത്മികതയുടെ ഈശ്വരാഭിമുഖ്യത്തിൻ്റെ ചില ഉപദേശങ്ങൾ ആണ് നമുക്ക് ലഭിക്കുക. ഉപദേശം വേണ്ടെന്നല്ല ഞാൻ പറയുക, ശാന്തിഗിരിയിൽ നിന്ന് നല്ല ആധ്യാത്മിക ഉപദേശങ്ങളും ലഭിക്കുന്നുണ്ട് എന്നുള്ളത് ഓർത്തുകൊണ്ട് ഞാൻ പറയുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് മനുഷ്യനോട് കരുണ കാണിക്കുക, കരയുന്നവനെ ആശ്വസിപ്പിക്കുക, വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുക, രോഗികൾക്ക് അതിൽ നിന്ന് മോചനം നൽകുന്നതിനുള്ള മരുന്ന് അല്ലെങ്കിൽ പരിചരണം നൽകുക എന്ന് പറയുന്നത് തീർച്ചയായും വേദനിക്കുന്ന മനുഷ്യന്, നിസ്സഹായനായ മനുഷ്യന്, അല്ലെങ്കിൽ അഭയം തേടിയെത്തുന്ന ആളുകൾക്ക് ഈ കരുണയുടെ മനോഹരമായ അനുഭവം ശാന്തിഗിരി നൽകുന്നു എന്നുള്ളതാണ് പറഞ്ഞുകൊള്ളട്ടെ. അപ്പോൾ ഗുരുവിനെ കണ്ടപ്പോൾ ഞാൻ കണ്ടെത്തിയ എൻ്റെ ഗുരു, നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഗുരുവുണ്ട് അല്ലേ? എല്ലാവർക്കും ഒരു ദൈവമുള്ളൂ. ആ ദൈവത്തെയാണ് നമ്മൾ പല പേരുകൾ വിളിക്കുന്നത്. അതും എടുത്ത് ഈ അവസരത്തിൽ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. നമ്മൾ പല പേരുകളിൽ ഈശ്വരനെ അഭിസംബോധന ചെയ്യുന്നു, ഈശ്വരനെ അടയാളപ്പെടുത്തുന്നു. പക്ഷേ ഈശ്വരൻ ഒന്നേ ഉള്ളൂ, സംശയമൊന്നുമില്ല. തത്വമസി ഉപനിഷത്ത് പഠിച്ചിട്ടുള്ള ആൾക്കറിയാം, തത്വം അസി, അത് നീ തന്നെയാണ്, അത് നീ തന്നെയാണ്. ആരെ ആരാധിക്കാൻ നീ എത്തിച്ചേർന്നിരിക്കുന്നുവോ ആ ഈശ്വരൻ നീ തന്നെയാണ് എന്ന് പറയുന്ന ആധ്യാത്മികതയുടെ പരിപൂർണതയാണ് ഭാരതത്തിൻ്റെ ഉപനിഷത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നത്, പ്രബോധിപ്പിക്കുന്നത് നമ്മൾ ഓർമ്മിക്കുക. തീർച്ചയായിട്ടും വലിയൊരു കാര്യമാണ് എന്നാണ് എൻ്റെ വിചാരം എന്ന് പറയുക. അപ്പോൾ ശാന്തിഗിരിയിലെത്തുമ്പോൾ നാം ശാന്തിയാണ് കൊതിക്കുന്നത്, അല്ലെങ്കിൽ കരുണയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിറയുന്ന കരുണയുടെ, ശാന്തിയുടെ പ്രഭാവം അവിടെ പ്രസരിപ്പിച്ച് ആ ആധ്യാത്മികതയുടെ ഭാവമായിട്ട് ചേർന്ന് പോവുക എന്ന് പറയുന്നത് അതിപ്രധാനമാണ്. ഏറെ വിലപ്പെട്ട അനുഭവമാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഇത് പഠിച്ചത്, പറയാതെ എന്നെ പഠിപ്പിച്ചത്, സാമീപ്യം കൊണ്ട്, സമ്പർക്കം കൊണ്ട് അനുഭവവേദ്യമാക്കി തന്നത് സാക്ഷാൽ കരുണാകര ഗുരു, ആ പരമ്പൊരുൾ ആണ് എന്ന് പറയാൻ എനിക്ക് വലിയ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഗുരു സത്യമാണ്, വാക്ക് സത്യമാണ്, സത്യം ഗുരുവാണ്, ഗുരു ദൈവമാണ്. ഇതാണ് ആ മഹാത്മാവിൻ്റെ ജീവിതത്തിലൂടെ, ശാന്തിഗിരിയുടെ പാതകളിലൂടെ, പഥങ്ങളിലൂടെ തീർത്ഥാടകന്റെ മനസ്സോടുകൂടി സഞ്ചരിക്കുമ്പോൾ എന്നിൽ ഉദിച്ചുണർന്നിട്ടുള്ള ഭാവവിശേഷം എന്ന് ഞാൻ എൻ്റെ ശ്രോതാക്കളുമായിട്ട്, അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന ആളുകളുമായിട്ട് ഹൃദയപൂർവ്വം പങ്കുവയ്ക്കുകയാണ് ചെയ്യുന്നത്. എല്ലാവർക്കും എൻ്റെ പ്രാർത്ഥനകൾ. ഗുരുകടാക്ഷമുണ്ടാവട്ടെ, അനുഗ്രഹം ഉണ്ടാവട്ടെ. നമസ്കാരം, നന്ദി.